എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സവാള ചമ്മന്തിയാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത്. ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വേഗം ഒന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് സവാളയാണ്. അത് ഞാൻ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു പാത്രം ചൂടാകാനായിട്ട് വെക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ സവാള ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ഒരു 3-4 ചെറിയ സവാള എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നമ്മളിതിന് തേങ്ങയൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. ഈ സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 3 ചുവന്നുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ചുവന്നുള്ളി അരിഞ്ഞൊന്നും എടുത്തിട്ടില്ല, അത് മുഴുവനായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാളയും ചുവന്നുള്ളി കൂടെ നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ നിറം ഒന്ന് ചെറുതായിട്ട് മാറി വരണം. ഒത്തിരി അങ്ങോട്ട് കളർ മാറണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ 3 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി കഴിക്കാം. അതുപോലെ ദോശ, ഇഡലി, അതുപോലെ മസാല ദോശയുടെ ഒക്കെ ഇപ്പോൾ നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ കളറൊന്ന് മാറി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ആ മുളക് പൊടിയുടെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഇതെല്ലാം ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സാമ്പാറും തേങ്ങാ ചമ്മന്തിക്കും എല്ലാം പകരം ഈ ഒരു ചമ്മന്തി ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. മുളക് പൊടിയുടെ പച്ചമണം മാറി വന്നപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെറിയ കഷ്ണം പുളിയും ചെറിയ കഷ്ണം ശർക്കര കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പുളിയും ശർക്കരയും ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറി വരണം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിൽ അരയ്ക്കാൻ പറ്റുള്ളൂ. ഇതിന് ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതൊരു മിക്സി ജാറിലേക്ക് മാറ്റാവുന്നതാണ്. ഇതൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. നമ്മളതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുവാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഈ പുളി ശർക്കരയെല്ലാം ആഡ് ചെയ്തത് കൊണ്ട് തന്നെ അതിന് ആ ഒരു മധുരം പുളിയെല്ലാം നല്ല രീതിയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും